നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുവള്ളിക്കിഴങ്ങ് അല്ലെങ്കിൽ ചെറുകിഴങ്ങ് ഇതുപോലെ ഒരു വാട്ടർ ക്യാനിൽ നട്ടിരുന്നതിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ അത് കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കാണണം. അതിൻ്റെ ആ വിളവെടുപ്പ് അല്ല കൃഷി രീതികളുടെ വീഡിയോ എന്തായാലും ആ വിളവെടുപ്പിലെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് വിത്തിനുള്ള ഒരു 5-6 കിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടീൽ രീതിയുടെ വീഡിയോ നമുക്ക് അത് നടാനുള്ള സമയമാകുമ്പം ചെയ്യാം കേട്ടോ. എന്തായാലും ഞാനൊരു പരീക്ഷണം നടത്തിയതായിരുന്നു. അത് ഒരു ചെറിയൊരു കമ്പ് ഊന്നി അതിൽ പടർത്തിയായിരുന്നു നോക്കിയത്. അതെന്തായിരുന്നാലും ഒരു 90% വരെ വിജയമായിരുന്നു. അപ്പം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്കത് വീണ്ടും നടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വിളവെടുപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട പയർ, ആ പയറെല്ലാം നട്ട് പൊതയിട്ട് അതിപ്പോൾ നല്ല രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുക്കുംബർ എല്ലാം ഏകദേശം കഴിയാറായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അപ്പം ഇത് ഏകദേശം കഴിയാറായി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഉടനെ തന്നെ 1-2 ചോട് വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും കുക്കുംബർ തുടർച്ചയായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു വിള ഒരുപോലെ നടാതെ ഒന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ വിളവെടുപ്പ് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്തത് നടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് നല്ല അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം കാലാവസ്ഥയൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ വന്ന് നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ കൃഷിയും നമ്മുടെ കണക്കൂട്ടലും എല്ലാം പണിപ്പാളും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു 3-4 സലാഡ് കുക്കുംബറിൻ്റെ തൈ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് നടണം. അപ്പോൾ അതിനായിട്ടൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഈ സലാഡ് കുക്കുംബറിൻ്റെ തൈയാണ് നടാൻ പോകുന്നത്. ഇത് നമുക്ക് കൃഷിഭവനിലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് കൃഷിഭവനിലെന്ന് ഇങ്ങനെ തൈകളും വിത്തുകളും വളങ്ങളും ആയിട്ട് ധാരാളം നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ സഹായിക്കാവുന്നതിൻ്റെ മാക്സിമം സഹായം നമ്മുടെ കൃഷിഭവനുകളിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഈ അടുത്ത സമയത്ത് കിട്ടിയതാണ് ഈ സലാഡ് കുക്കുംബറിൻ്റെ തൈ. എനിക്ക് തോന്നുന്നു ഇതും സ്നോ വൈറ്റിൻ്റെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അവിടുന്ന് കിട്ടുന്ന മിക്കവാറും തൈകളും എപ്പോഴും സ്നോ വൈറ്റ് കുക്കുംബർ ആണ്, സ്നോ വൈറ്റ് ഇനത്തിൽപ്പെട്ട കുക്കുംബറിൻ്റെ തൈകളാണ് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് നടാൻ പോകുന്നത് ഈ ബേസിനിലാണ്. സാധാരണ ഞാൻ ഇതൊക്കെ ഇങ്ങനത്തെ ഈ ക്യാനുകളിലായിരുന്നു നടുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇതിനെ ഈ ബേസിനിലോട്ട് ഒരെണ്ണം നടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ പോട്ടിംഗ് മിക്സും തയ്യാറാക്കും പോലെ തന്നെയാണ് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പച്ചക്കക്കാപ്പൊടി എല്ലാം ഇട്ട് തയ്യാറാക്കിയ ഒരു പോട്ടിംഗ് മിക്സ്. ആ പോട്ടിംഗ് മിക്സിനെ കുറിച്ചും ഈ പച്ചക്കക്കയെ കുറിച്ചുമൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പം സംശയമുള്ളവർ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ പച്ചക്കക്ക ഉപയോഗിക്കുന്നതും കുമ്മായം ഉപയോഗിക്കുന്നതിനൊക്കെ കുറിച്ചൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർ ആ വീഡിയോസ് കൂടെ പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അത്തരത്തിൽ തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സാണ് ഇത്. അപ്പം ഞാൻ ഈ ബേസിനിൽ ഒരു ചുവട് തന്നെയാണ് വയ്ക്കാൻ പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വെച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്നാലും ഞാനിപ്പം ഒരു ബേസിനിൽ ഒരെണ്ണം വയ്ക്കാൻ പോകുന്നു. അപ്പം നല്ല പുഷ്ടിയായിട്ട് എത്രത്തോളം മണ്ണ് കൂടുതൽ കിട്ടുമോ അത്രത്തോളം പുഷ്ടിയായിട്ട് ചെടി വളർന്ന് കൂടുതൽ കായ്കൾ കിട്ടും. ഇപ്പം നമ്മൾ തറയിൽ വെച്ച നമ്മുടെ പീച്ചിൽ തന്നെ കണ്ടില്ലേ, അതിൻ്റെ ചുവട് തറയിലായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചുവടിൽ നിന്ന് ഇത്രയും കായ്കൾ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്തിരി വലിയൊരു കണ്ടെയ്നറിനകത്തോട്ട് ഈ പടരുന്ന ഐറ്റംസ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വിളവ് ആ ഒരു ചുവടിൽ നിന്ന് തന്നെ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇതിനകത്ത് ഒരു ചുവടാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സിൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു നുള്ളി ചീര വിത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചീര കൃഷി ആയിരുന്നു കേട്ടോ. ഹാങ്ങിങ് പോട്ട്സിലും ഇതിനിടയിലും എല്ലാം ഉള്ള ചീരയായിരുന്നു നമ്മുടെ തോട്ടത്തിനെ കളർഫുൾ ആക്കുന്നത്. അപ്പോൾ ഈ കാലം തെറ്റി വരുന്ന മഴയെന്ന് പറയുന്നത് എൻ്റെ ചീരകൃഷിയെ അവതാളത്തിലാക്കി. അപ്പോൾ എനിക്ക് ഈ ചീരകൃഷി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം എന്താണെന്നറിയാമോ, നമുക്കൊരു 20-25 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ കഴിയും. നമുക്ക് ഈ ടെറസിൽ നിന്ന് എനിക്ക് ധാരാളം പച്ചക്കറികൾ വിൽക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് പ്രധാനമായിട്ട് വരുമാനം തരുന്ന ഒരു സാധനമാണ് ചീര. അപ്പോൾ ചീര ഞാൻ ഇങ്ങനെ ഓരോന്നുള്ള വിത്ത് വീതം എവിടെയെല്ലാം ഇടാൻ പറ്റുമോ അവിടെ എല്ലാം ഇടുമായിരുന്നു. പക്ഷെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് ചീരകൃഷി ഒട്ടും തന്നെ സക്സസ് അല്ല. കാര്യം ഇലപ്പുള്ളി അല്ലെങ്കിൽ വളർച്ച കുറയും, നമുക്ക് വളം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മഴക്കാലത്ത് ഒരു രീതിയിലും നമുക്ക് ചീരകൃഷി വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇനിയിപ്പം മഴയൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ആ പഴയ പ്രതാപത്തിലോട്ട് ഞാൻ എൻ്റെ ടെറസിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നുള്ള്
ചീര. അപ്പോൾ ഒരു പിടി ചീരയ്ക്ക് 20 രൂപ വിലയുണ്ടല്ലോ. അപ്പോൾ ദിവസം മിനിമം ഒരു 5 പിടി ചീരയെങ്കിലും എനിക്ക് ഈ ടെറസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ആ രീതിയിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നട്ട ചീര വിത്ത് ആ കൂട്ടത്തിൽ ഞാനിപ്പോൾ നമ്മുടെ വാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് സ്യൂഡോമോണസിൽ മുക്കി വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്ന തൈയാണ്. സ്യൂഡോമോണസിനെ കുറിച്ചെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്യൂഡോമോണസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും കൂടുതലായിട്ട്. സ്യൂഡോമോണസ് ഒരു മിത്ര കുമിളാണ്, വളർച്ചാത്വരകമാണ്. അപ്പോൾ വാം നേരത്തെയൊക്കെ എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഒരു നുള്ള വാം ഈ പിള്ളക്കുഴിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഒരു തയ്യേ ഞാൻ വയ്ക്കുന്നുള്ളൂ ഇതിലോട്ട്. ഈ ഒരു തയ്യെ ഇതിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഈ തൈകൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ കയറി വന്നത്. അപ്പം വന്നപ്പം വാം കൂടെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എന്തെങ്കിലും നടണമെങ്കിലോ എന്ന് വിചാരിച്ച് വാമും കൂടെ എടുത്തിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ പൊതയിടാനായിട്ടുള്ള ഒന്നും തന്നെ ഇന്നിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ നാളെ ഇനി കയറി വരുമ്പോൾ നമുക്കതിന് പൊതയിട്ട് കൊടുക്കാം. അപ്പോൾ പൊതയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നും പൊതയിടുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഉപയോഗങ്ങൾ, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പല വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങൾ, ഒന്നിലൊന്ന് കിട്ടാത്ത അറിവ് അടുത്തൊരു വീഡിയോയിൽ നിന്ന് കിട്ടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ സലാഡ് കുക്കുംബർ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.